മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇതൊരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ട്രെയിനിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഞെട്ടിക്കുന്ന അനുഭവം എന്ന് തന്നെ പറയാം. അതിനുപരി നമ്മൾക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടിയാണ് ഈ ഒരു അനുഭവം. അപ്പോൾ ഞാൻ അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂര് പോയിട്ടുണ്ടായിരുന്നു, അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നമ്മളെടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും നമ്മൾ വിചാരിച്ചത് പോകാമെന്ന്. പക്ഷെ പല സാഹചര്യങ്ങളും കൊണ്ട് 2 ദിവസത്തെ മുമ്പത്തേക്കാക്കി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അറിയാമല്ലോ, നമുക്ക് ടിക്കറ്റ് കിട്ടാനായിട്ടും പാടാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരേ റോയിലൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് ഏറ്റുമാനൂർക്ക് പോയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ കിട്ടാനത്തിന് ബുദ്ധിമുട്ടും, പിന്നെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾക്ക് ഇവിടെയാ സീറ്റിങ്, ഒരാൾക്ക് അങ്ങനെ അറ്റത് ബാക്കിലായിപ്പോയി, പിന്നെ ഒരാൾക്ക് ഏറ്റവും ഫ്രണ്ടിലായിപ്പോയി. അങ്ങനെ ഭയങ്കരമായിട്ട് ഷഫിളായി നമുക്ക് കിട്ടിയത്. അപ്പം എന്തായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു, സന്തോഷിച്ചു. അപ്പോൾ വിചാരിച്ചു ട്രെയിനിൽ കയറുമ്പോൾ നമുക്ക് ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ മോള് 2nd സ്റ്റാൻഡേർഡിൽ അറിയാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും ഈ ട്രെയിൻ രാവിലെ ഒരു 7 മണിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ 5 മണിയായപ്പോഴത്തേനും മോളെ വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് തന്നെ അവളുടെ ഉറക്കം അവിടെ ശരിയായില്ല. അപ്പം എനിക്കറിയാം സാധാരണ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരാകുമ്പോൾ കുറച്ച് മണിക്കൂറുണ്ടല്ലോ, 2.5-3 മണിക്കൂറുണ്ട്. തൃശ്ശൂർ ടു 3.5 മണിക്കൂർ കൂടുതലുണ്ട് തൃശ്ശൂർ ടു കോട്ടയം, മീൻസ് ഏറ്റുമാനൂർക്ക്. അപ്പോൾ ഡയറക്റ്റ്ലി ട്രെയിനല്ല, നമ്മൾ കോട്ടയത്ത് പോയി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഏറ്റുമാനൂർക്ക് പോകണം, അങ്ങനെയാണ്. അപ്പോൾ ഇത്ര സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയം അവൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ സൈഡ് സീറ്റ് ആണെങ്കിൽ വീണ് പോകുമ്പോഴത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എനിക്കൊരു വിഷമമായി, ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണ്ട മോളുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ തോളത്ത് സൈഡ് ചരിഞ്ഞ് കിടന്നോളൂല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയാം, ഒന്ന് അങ്ങോട്ട് ഇരിക്കാം എന്ന് പറയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിചാരിച്ചാണ് ട്രെയിനിൽ കയറി. ഞാനിങ്ങനെ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും മോളെ സംബന്ധിച്ച് 1/2 മണിക്കൂർ കണ്ണിങ്ങനെ അടഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തൊട്ടിപ്പുറത്ത്, അതായത് ഞങ്ങൾ ഇത് സ്ലീപ്പർ ട്രെയിൻ അല്ല കേട്ടോ, മറ്റേ ജനശതാബ്ദി പോലത്തെ ട്രെയിനുണ്ടല്ലോ, ആ സീറ്റ്സ് ഉള്ള ട്രെയിൻ, അതായത് സ്ലീപ്പർ ട്രെയിൻ അല്ല. അപ്പോൾ ഇങ്ങനെ സീറ്റുള്ള ട്രെയിൻ ആകുമ്പോൾ ഒരു കമ്പാർട്ട്മെന്റ് നല്ല ദൂരം ഒരുപാട് ഉണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് ഇരുന്നപ്പോഴത്തേനും മോളിരുന്ന സ്ഥലം വേറെ, ഞാനിരിക്കുന്ന സ്ഥലം അപ്പുറത്ത് ബാക്കിൽ, ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഏതെങ്കിലും ലേഡീസ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, കുഞ്ഞിങ്ങനെ ഉറങ്ങി വീണ പോകുമ്പോൾ ഒന്ന് ലേഡീസിനോടൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല, അവരൊന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മോളിരുന്ന ആ ഒരു സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ലേഡി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നിയർലി ഒരു 25 to 30 ആ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം ഇരിക്കുന്നുണ്ട്, ഒരു ലേഡി എന്ന് പറയാം. അപ്പോൾ ഓക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിങ്ങനെ സൈഡ് സീറ്റിലാണ് കിട്ടിയേക്കണം, വിൻഡോ സൈഡ് അല്ല, നമ്മുടെ ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങി വീട് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴും. അപ്പോൾ ഇതിലും ഞാൻ അവരോട് പറഞ്ഞു മോള് ഉറങ്ങുവാണ്, അപ്പോൾ എൻ്റെ സീറ്റ് അവിടെ ബാക്കിലാണ്, സെയിം കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, ബാക്കിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മോളിരിക്കുന്നതിൻ്റെ 2 സീറ്റ് ബാക്കിലാണ് എൻ്റെ. അപ്പോൾ എനിക്ക് കൊച്ചിനെ കാണാനോ പിടിക്കാനോ പറ്റും, ഞാൻ എത്തി വിളിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഞാൻ പറഞ്ഞു ഒന്ന് എൻ്റെ സീറ്റിലേക്ക് ഒന്ന് ഇരിക്കാവോ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് മോളിരിക്കുന്നതിന് നേരെ മുമ്പിൽ നിങ്ങൾ വീഴുമ്പോൾ എനിക്കത് പിടിക്കുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നിപ്പോയി. ഞാനൊരു അമ്മയാണ്, നമ്മളൊരു കുഞ്ഞിങ്ങനെ വീണ് പോകുമെന്നുള്ള ഇതിലാണ് നമ്മളൊന്ന് ഒരു സ്ത്രീയോട് നമ്മളിത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇവിടെ ഇരിക്കുന്നതിന് പകരം 2 സീറ്റ് അപ്പുറത്തേക്ക് മാറി ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞ മോള് നന്നായിട്ട് ഉറക്കം തൂങ്ങുകയാണ്, അപ്പോൾ അവളങ്ങനെ ഒന്ന് വീണാലും വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന എനിക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ, അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനോ ഒന്ന് വീഴുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അങ്ങോട്ടൊന്ന് ഇരിക്കാവോ എന്ന് വളരെയധികം ഒരു എന്താ പറയുക നമ്മൾ റിക്വസ്റ്റോട് ഞാൻ ചോദിച്ചു. പക്ഷേ ഭയങ്കര ഒരു അത്ഭുതമായ ഒരു ഇതാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അവരെടുത്ത് വരയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റില്ലായിരുന്നു, എനിക്ക് മാറിയിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ്, ചിലപ്പോൾ ചിലർക്ക് ഒരു സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകും, അവർ മാറിയിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ബാക്കിൽ തന്നെ എൻ്റെ സീറ്റ് ഉണ്ടല്ലോ, അത് മോളിരിക്കുന്നതിൻ്റെ 2 സീറ്റ് ബാക്കിൽ ഞാനിവിടെ ഞാനിങ്ങനെ എത്തിയിട്ട് നോക്കും, ഇങ്ങനെ കൊച്ചു വീഴോ എന്നുള്ളതിനകത്തേക്ക് ഞാനിങ്ങനെ നോക്കണം. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ അറിയാമല്ലോ, ട്രെയിനിങ് ദൂരെ നിന്ന് തന്നെ ആകുമ്പോൾ കുറേ പേര് ട്രെയിനിങ്ങിന് ഉറങ്ങുന്ന ആൾക്കാർ, അതിൻ്റെ അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഇരിക്കാമോ എന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ലേഡി ഉണർന്നിരിക്കുന്നതുകൊണ്ട് ചോദിച്ചത്. പക്ഷേ ലേഡി അവർ സമ്മതിച്ചില്ല, എനിക്ക് പറ്റില്ല മാറിയിരിക്കാൻ, ഇത് എൻ്റെ സീറ്റാണ് എന്ന് പറഞ്ഞു. ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ വേഗം തിരിച്ചും അവിടെ പോയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സമാധാനം ഇല്ല, ബാക്കിൽ ഇരുന്നു ഞാൻ എപ്പോഴും നോക്കുമോ അങ്ങനെ വീഴുമോ എന്നുള്ള ചിന്താഗതി. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എത്തി വഞ്ഞ് നോക്കണത്.
ഈ ലേഡിയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരാൾ ആ സമയത്ത് പുള്ളി ഉറങ്ങുമായിരുന്നു. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി വരിഞ്ഞ് നോക്കുവാണ്. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒച്ച സംസാരിക്കാൻ എനിക്ക് ചോദിച്ചു, എന്ത് പറ്റി മാഡം, എന്ത് പറ്റി ഇങ്ങോട്ട് നോക്കും? ഞാൻ പറഞ്ഞില്ല, മോളിങ്ങനെ ഉറങ്ങിപ്പോണോ, അവള് വീരെങ്ങാനും പോയാലോ, എനിക്കാണെങ്കിൽ എൻ്റെ സീറ്റ് ഇതായി പോയി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. അദ്ദേഹം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പുള്ളി എന്നോട് പറഞ്ഞു, മാഡം ഞാൻ അവിടെ ഇരുന്നോളാം, മാഡം അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ടേ ഒരു സ്ത്രീയോട് ഞാനൊരു അമ്മയാണ് അല്ലേ, ഒരു സ്ത്രീയോട് ഞാൻ എൻ്റെ കുഞ്ഞ് വീണു പോകും എന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് അവിടെ വന്നിരിക്കുമോ. അവരെ സിംഗിളായിട്ട് ട്രാവൽ ചെയ്യുന്ന ലേഡിയാണ്, അവരെ സംബന്ധിച്ചാലും ഇപ്പോൾ ഇവിടെ ഇരുന്നാലും 2 സീറ്റ് അപ്പുറത്തോ മാറി ഇരുന്നാലും ഒരു വ്യത്യാസവും ഇല്ല ട്രെയിനിൽ. പക്ഷെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇത് എൻ്റെ സീറ്റ്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ലേഡിയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു പുരുഷൻ, പുള്ളിയും എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇവിടെ വന്നിരുന്നോളൂ കേട്ടോ, കുഞ്ഞ് വീണ് പോകണം, എനിക്ക് മനസ്സിലാവണുണ്ട് മാഡം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പുള്ളി എൻ്റെ 2 സീറ്റ് ബാക്കിലേക്കുള്ള ആ സീറ്റിലേക്ക് പോയിരുന്നു. ഞാൻ നേരെ പുള്ളിയുടെ ഒരുപാട് നന്ദി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓക്കെ, മോളുടെ അടുത്തിരിക്കാൻ പറ്റിയിരിക്കും, നേരെ മുമ്പിലുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ വീഴാൻ പോയാൽ ഒന്ന് പിടിക്കുകയും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, വീഴൂ എനിക്ക് ഭയങ്കര പേടിയാറിയാലോ എല്ലാവർക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, കണ്ണു തന്നെയാണ് ഞാൻ നോക്കിയിരിക്കുക. അങ്ങനെ വീഴുമ്പോൾ തൂങ്ങി ഇങ്ങനെ വീഴണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണു നോക്കിയാണ് ഇങ്ങനെ നോക്കി. എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കണം ആ ഒരു സ്ത്രീയാണ് കേട്ടോ. ഞാൻ നേരത്തെ ചോദിച്ചാൽ അവരൊന്നും ഉണ്ടല്ലോ, ഇങ്ങനെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ ഇന്ന് വരെയും ആ കാഴ്ചകൾക്കാണ് ഏറ്റവും വലിയ. ഈ ഒരു കുഞ്ഞിങ്ങനെ ഉറങ്ങി വീഴുന്നതും അതിൻ്റെ അമ്മ വന്ന് എന്നോട് ചോദിച്ചതും അതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് പുറമേ കാണുന്ന കാഴ്ചകളാണ് ഏറ്റവും എനിക്കൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള ഓരോരുത്തരുടെ ചിന്താഗതി, ഓരോരുത്തരുടെ മനസ്സാണ്. ശരി സമ്മതിച്ചു. പക്ഷെ നല്ല വിഷമം എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, കൊച്ചിങ്ങനെ വീഴും, എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും വീടെനിക്ക് കാലത്ത് കയറി പിടിക്കാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ ആ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിച്ചു. ദൈവമേ എന്നാലും അങ്ങനെ ഒരു അത് പറഞ്ഞല്ലോ അദ്ദേഹം എന്ന് പോലും ഞാൻ മനസ്സിൽ നന്ദി പറഞ്ഞു കേട്ടോ. പുള്ളിയോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയും ചെയ്തു. അങ്ങനെ ഇരുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മോളുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു ആളുണ്ട്. പുള്ളി എന്നോട് ചോദിച്ചു, മാഡം ഇവിടെ ഇരിക്കണോ, കുഞ്ഞിനെ പിടിക്കണോ, കുഞ്ഞ് വീണ് പോകണോ, പിടിക്കണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുവാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാവുണ്ടാവും ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇരുന്നതൊക്കെ മനസ്സിലാവണമെന്ന് തോന്നുന്നു. എൻ്റെ മോളുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു ആള്, പുള്ളി എന്നോട് നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ ഇങ്ങനെയാണ്, നടുക്കൊരു പാസേജ്, അപ്പുറത്തും ഇപ്പുറത്തും സീറ്റ് അറിയാനോ. അദ്ദേഹം എന്നോട് ചോദിച്ചു, മാഡത്തിന് ഒട്ടും വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലേ, മോള് വീഴൊന്നും, മാഡം ഇങ്ങോട്ട് വന്നിരുന്നോളൂ, ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആ ഒരു വ്യക്തി, ആ ഒരു പുരുഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് അപ്പുറത്ത് മോളുടെ തൊട്ടിപ്പുറത്തിരുന്നാൽ ഞാൻ ഇങ്ങോട്ട് ഇരുന്നോളാം എന്ന് പറയും. ഞാൻ അപ്പുറത്തേക്ക് എൻ്റെ മോളുടെ അടുത്തേക്ക്, അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ എൻ്റെ മോളുടെ ഓപ്പോസിറ്റ്, പിന്നെ അതിന് ശേഷം നേരെ മോളുടെ അടുത്തേക്ക് വന്നിരിക്കാൻ എന്നെ സഹായിച്ചത് 2 പുരുഷന്മാരാണ്. ഞാൻ അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഒരു അമ്മയുടെ ആ ഫീലിങ്, എൻ്റെ മോള് വീണു പോവോ എന്നുള്ള ആ ഒരു വിഷമം, ആ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയത് 2 പുരുഷന്മാരാണ്. എന്നാൽ ഞാൻ നേരിട്ട് ചെന്നൊരു സ്ത്രീയോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, മോളുടെ അടുത്തിരിക്കണം, ഓപ്പോസിറ്റ് ഇരിക്കണം, വീണു പോകുന്നൊരു പേടി, അവൾ ഉറങ്ങിപ്പോവുക, അതുകൊണ്ടാണ് എന്ന് ഞാൻ പോയൊരു സ്ത്രീയോട് പറഞ്ഞപ്പോൾ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ എൻ്റെ നേരെ അവർ പറഞ്ഞു, എനിക്ക് പറ്റില്ല എൻ്റെ സീറ്റിൽ നിന്ന് മാറാൻ, എനിക്ക് എവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്ത് നേടി അവരതിൽ നിന്നും. അപ്പം ഞാൻ മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ മനസ്സിലാക്കുന്നില്ല. ശരിയല്ലേ പറയുന്നത്? ഒരു അമ്മയുടെ ഒരു അവരൊക്കെ പക്ഷെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടോ, അവർക്കൊരു കുട്ടിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരും ഒരു മകളല്ലേ, അവരെയും അവരുടെ അമ്മ ജനിപ്പിച്ചതല്ലേ. അപ്പോൾ ആ ഒരു അമ്മ, എൻ്റെ അമ്മയ്ക്കും ഞാൻ തോന്നിയിരുന്നത് എൻ്റെ അമ്മ എന്തോരം ടെൻഷൻ അടിക്കും, അതല്ലേ എൻ്റെ മുമ്പിൽ വന്ന് ഈ സ്ത്രീ ചോദിച്ചത് എന്ന് പോലും ചിന്തിക്കാതെ എൻ്റെ എടുത്ത് വായിക്കാൻ എനിക്ക് പറ്റില്ല മാറാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ സങ്കടം തോന്നി. എന്നാൽ 2 പുരുഷന്മാരാണെങ്കിൽ അവർ മനസ്സിലാക്കി ഒരു അമ്മയുടെ വിഷമം, ഒരു അമ്മയുടെ ടെൻഷൻ മനസ്സിലാക്കി എനിക്ക് വേണ്ടി മാറി തന്നു വന്നിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മോളുടെ അടുത്തിരുന്ന് ഒരുപാട് മനസ്സുകൊണ്ട് ഞാൻ ആ 2 വ്യക്തികൾക്കും ദൈവത്തിന് ഞാൻ ഒരു എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അവൾ നല്ല ഉറക്കമാണ്. അങ്ങനെ സന്തോഷമായിട്ട് എനിക്ക് കോട്ടയം വരെ എത്താൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളിലേക്ക്, എൻ്റെ വ്യൂവേഴ്സിലേക്ക് ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് സാധിക്കില്ലേ? അതോ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ഒരു പുരുഷനാണോ സാധിക്കും? 2 പുരുഷന്മാരാണ്, അവർ 2 സ്ഥലത്ത് നിന്ന് വന്നാൽ അവർ മനസ്സിലാക്കി ഒരു അമ്മയുടെ ടെൻഷൻ, മോള് വീഴോ അവരുടെ സ്വന്തം കുഞ്ഞ് വീണു പോവോ എന്നുള്ളതിന് ആ ഒരു അമ്മയുടെ ടെൻഷൻ മനസ്സിലാക്കാൻ 2 പുരുഷന്മാർക്കാണ് സാധിച്ചത്. എന്തുകൊണ്ടൊരു സ്ത്രീക്ക് സാധിച്ചില്ല? എല്ലാ സ്ത്രീകളെയും ആക്ഷേപിച്ച് ഞാൻ ഒരിക്കലും പറയാം, ഞാനൊരു സ്ത്രീയാണ്, ഇതുപോലെ ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളൊന്ന് വന്നിരിക്കുമ്പോൾ
100% ഞാൻ മാറിക്കൊടുക്കും. അതെന്നോട് ചോദിക്കണമെന്ന് പോലും ഇല്ല, ചോദിക്കാതെ പോലും ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കും, ഞാൻ മാറിയിരിക്കണോ എന്ന് ഞാൻ ചോദിക്കും. അത് എല്ലാ സ്ത്രീകളെ ആക്ഷേപിച്ച് ഞാൻ കുറ്റം പറയണമല്ല. അതേപോലെ തന്നെ എല്ലാ പുരുഷന്മാരും 100% ഇങ്ങനെയാന്ന് പറയുന്നതും അല്ല. പക്ഷെ എന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ആ ട്രെയിനിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഞെട്ടിക്കുന്നൊരു സത്യമാണിത്. എന്തുകൊണ്ടൊരു സ്ത്രീയെ മനസ്സിലാക്കിയില്ല? ശരിയല്ലേ? അതൊരു ഞെട്ടിക്കുന്നൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ അതെൻ്റെ വ്യൂവേഴ്സിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഒരു അമ്മ ഒരു കുഞ്ഞ് വീണാൻ പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ കൊണ്ട് ഇരിക്കാനും പറ്റില്ല, ബാക്കിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ എത്തി അത് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? എന്നാൽ അത് ഞാൻ ചോദിച്ചുകൂടിയില്ല, ചോദിക്കാതെ പോലും എൻ്റെ മനസ്സ് മനസ്സിലാക്കി 2 പുരുഷന്മാർ എന്നെ സഹായിക്കാൻ ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവമേ, അവർക്ക് മനസ്സിലാവുന്നത് പോലും ഒരു സ്ത്രീക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സും കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഒരുപക്ഷെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയണം, എൻ്റെ ഒരു അനുഭവം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു ഞാൻ 10-15 മിനിറ്റ് അവിടെ നിന്നുകൊണ്ട് ഉരുകുമായിരുന്നു. ഈ കൊച്ചുകാരും വീഴുമോ, ട്രെയിൻ നല്ല സ്പീഡിൽ പോവാണ്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വലിഞ്ഞ പോലെ ട്രെയിൻ ഇങ്ങനെ വലിയ അപ്പോഴും ഇവളിങ്ങനെ വന്ന് വീഴുമോ എന്നത് കണ്ടിരുന്നിട്ട് കൂടി ആ ഒരു സ്ത്രീ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. അതേസമയം ഞാനവിടെ എത്തിവഴിഞ്ഞ് മനസ്സമാധാനയിലാണ് കാണിക്കേണ്ടപ്പോൾ ഒരു പുരുഷൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. അവൻ തിരിച്ചു ഇവിടെ നിന്നപ്പോൾ അവരെ ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് അവർ നേരത്തെ ചോദിക്കാൻ ഞാൻ കണ്ണ് തുറന്നുകൊണ്ട് ഇത് കണ്ടോടഞ്ഞാൽ അവരെൻ്റെ അടുത്ത് വന്നിട്ട് സഹായം ഇങ്ങോട്ട് തരുവാണ് ചെയ്ത്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് നിന്നപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ മോളുടെ അടുത്തിരുന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ മാഡം, മോളെ പിടിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷനാണോ സ്ത്രീയെ കൂടുതൽ മനസ്സിലാക്കുന്നത്, ഒരു അമ്മേനെ കൂടുതൽ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൻ്റെ ഈ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇത് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുന്നതല്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്, ബൈ.